നമ്മുടെ തച്ചമ്പാറ പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞു. മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് കൊയ്ത്തുകൂടെ കഴിഞ്ഞ ശേഷം ഈ പാടത്ത് ഞാറ് നടുന്നതും അതുപോലെ നെൽച്ചെടി വളർന്നു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളും കൊയ്ത്തും എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാന്ന്. ഇന്ന് ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ഇത് വിത്ത് പാകുന്നത് മുതലുള്ള എല്ലാ കാഴ്ചകളും ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുകയും കൂടി ചെയ്യണം. കൊയ്തെടുത്തിട്ടുള്ള ഈ നെല്ല് കണ്ടപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ഓർമ്മ വന്നു. നെല്ല് വറുത്തിട്ട് പൊടിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് അത്. ആ കാലത്ത് കഴിച്ചതാണ്, പിന്നെ കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നെല്ലെടുത്തു. അമ്മ അതൊന്ന് ചേറി തരുന്നുണ്ട്. ചേറിയിട്ട് അതിന്റെ പതിരൊക്കെ കളഞ്ഞു തരും. ഇനി ഞാനിത് മണ്ണാർക്കാട് പോയിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഈ നെല്ല്. എന്നിട്ട് അവിടെ ഉണ്ടാക്കേണ്ടത് അമ്മ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നു. മലര് വറുക്കുന്ന പോലെ വറുക്കണം. മലര് പൊരിയാതെ വരുന്ന മലര് വറുക്കുമ്പോൾ പൊരിയാതെ വരുന്ന നെല്ലാണത്രേ അങ്ങനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. അത് ഇടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നതെന്ന്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്കിനി ഈ നെൽകൃഷിയുടെ തുടക്കം മുതലുള്ള കാഴ്ചകളിലൂടെ ഒന്ന് പോയിട്ട് വരാം. ഇത് ചിങ്ങമാസത്തിലാണ് കേട്ടോ ഈ വിത്ത് പാവുന്നതും ഞാറ് നടുന്നതും ഒക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആകാശമൊക്കെ കാണാൻ. ആ സമയത്ത് നല്ല മനോഹരായിരുന്നു. ഭൂമിയും ആകാശവും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാന്. മഴയ്ക്കിടയിൽ വരുന്ന വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഈ വിത്ത് പാവാനായിട്ട് പാടം നിരപ്പാക്കിയിട്ടിരിക്കുന്നത് ട്രാക്ടറാണ് ഉഴുതുമറിച്ച് നിരപ്പാക്കിയിട്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെ കന്നുകൂട്ടലോ തിരക്കോ ഒന്നുമില്ല. നല്ല ഒരു ശാന്തതയാണ് ഇവിടെയൊക്കെ ഉള്ളത്. പെട്ടെന്ന് കഴിയുമല്ലോ പണി. ട്രാക്ടറിന്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതോ 1-2 ദിവസം കൊണ്ട് ആ പണി ഈ പാടശേഖരം മുഴുവൻ കൂട്ടി നിരപ്പാക്കൽ കഴിയും. എന്നിട്ട് ഞാറ് വിത്ത് പാവി വെച്ചിട്ടുണ്ട്. വിത്ത് പാവി മുളച്ച ശേഷം ഞാറ് നടും. വിത്ത് വിതയ്ക്കുന്നതും ഞാറ് നടുന്നതും ഒന്നും പഴയ രീതിയിലല്ല ചെയ്യുന്നത്. ഇവിടെയാണ് വിത്ത് വിതച്ചു വെച്ചിട്ടുള്ളത്, വിത്ത് പാകി വെച്ചിട്ടുള്ളത്. എന്നിട്ട് പേപ്പർ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ കിളികളൊന്നും വന്നിട്ട് കൊത്തിക്കൊണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നായ്ക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വല കെട്ടി വെച്ചിട്ടുണ്ട്, നായ്ക്കളുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുള വന്നു കഴിഞ്ഞാൽ, ഈ നെൽവിത്തുകൾ മുള വന്നു കഴിഞ്ഞാൽ ഈ പേപ്പറൊക്കെ എടുത്തു മാറ്റും. ഇതുപോലുള്ള ചില ചുരുക്കം ജോലികൾക്ക് മാത്രമേ ഇപ്പൊ തൊഴിലാളികളെ ആവശ്യം വരുന്നുള്ളൂ. തൊഴിലാളികളെ കിട്ടാനും ഇല്ല, പിന്നെ ആവശ്യം വരുന്നുമില്ല. മുഴുവൻ ജോലിയും യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇത് വരമ്പ് പൊതിയാണ് ഈ ചെയ്യുന്നത്. ഇപ്പൊ വിത്ത് പാവിയിട്ട് 21 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഞാറ് നടാൻ പാകത്തിനായിട്ട് നിൽക്കുകയാണ്. ഇനി ഞാറ് നടലാണ്. അത് ഒരു കൂട്ടായ്മയിലാണ് ഇവിടെ ഈ കൃഷിയൊക്കെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഒരു നടീൽ ഉത്സവം നടക്കും. അതേപോലെ കൊയ്ത്തിന്റെ സമയത്ത് കൊയ്ത്തുത്സവം നടക്കും. അതിനൊക്കെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടീൽ ഉത്സവത്തിന്. ഒരു കൃഷി ഭാഗം ഈ കാണുന്ന ഭാഗമാണ് പഞ്ചായത്തിലെ ഞാറു നടീലിന് ഒരു നടീൽ യന്ത്രവും പിന്നെ പരിശീലനം കിട്ടിയ കുറച്ച് തൊഴിലാളികളും മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പാവി മുളപ്പിച്ച് നടാൻ പാകത്തിനായ ഞാറുകൾ വേരോടുകൂടി പറിച്ചെടുത്തിട്ട് ഈ മെഷീന്റെ ഈ കാണുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മെഷീൻ നീങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ ഞാറ് നട്ടുപോവുകയാണ് ചെയ്യുന്നത്. നിശ്ചിതമായിട്ടുള്ള ഒരു അളവിലുള്ള ഞാറാണ് നട്ടുപോകുന്നത്. വളരെ കുറച്ച് മാത്രമേ ഇത് കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഞാറ് നട്ടതായി തോന്നുകയില്ല, ഒന്നും കാണുന്നേ ഇല്ല. പണ്ട് കാലങ്ങളിൽ തൊഴിലാളികളാണല്ലോ ഞാറ് നട്ടിരുന്നത്. അപ്പോൾ ഒരേപോലെ കുറെ പച്ച കളറിൽ നമുക്ക് നട്ടുപോയ ചെടികൾ ഞാറുകൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നട്ടു എന്നേ തോന്നുന്നില്ല. വളരെ കുറച്ച് എണ്ണം മാത്രമേ നട്ടുപോകുന്നുള്ളൂ. മെഷീനിൽ വെക്കാനുള്ള ഞാറ് എടുക്കുകയാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. ഈ വരമ്പിലിരിക്കണതൊക്കെ മെഷീനിൽ വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചിട്ടുള്ള ഞാറാണ്. കഴിഞ്ഞുപോയ കാലത്ത് നിന്ന് മാറ്റമില്ലാതെ നിൽക്കുന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ചേറിന്റെ മണം മാത്രമാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ചെടികളൊക്കെ അതാ വളർന്നു വന്നിട്ടുണ്ട്.
ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പൊ കാണാന്. നല്ല ഗ്രീൻ കളറില് ഒരേപോലെ നിൽക്കുന്നുണ്ട്. നടുക്ക് കൂടെയുള്ള വരമ്പും ആ വരമ്പിലുള്ള ലൈറ്റ് കളറിൽ വളർന്നു നിൽക്കുന്ന പുല്ലും ഒക്കെ നല്ലൊരു ഭംഗിയാണ് കാണുന്നതിന്. ഇപ്പൊ കണ്ട ശരിക്കൊരു പച്ച പരവതാനി വിരിച്ചിട്ടതുപോലെ തന്നെ ഉണ്ട്. ഒരു 20 ദിവസം കൂടി കടന്നുപോയി ചെടികൾ ഒന്നും കൂടി വളർന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല കാറ്റുള്ള സമയമാണ്, പാലക്കാടൻ കാറ്റ് ആഞ്ഞു വീശുന്ന സമയമാണ്. നല്ല രസമാണ് ഇപ്പൊ ചെടികൾ കാണാൻ. കണ്ടു, കാറ്റിലിങ്ങനെ ഓടി പോവുകയാണെ തോന്നും. ഒരു തലോട്ട് മറ്റേ തല വരെ ഇങ്ങനെ നീങ്ങി പോകുന്നത് പോലെ തോന്നും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണത്. ഇപ്പൊ ഈ ചെടികളിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് നെൽക്കതിര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ചകളൊന്നും പരിചയമില്ലാത്ത പുതുതലമുറ ഫോട്ടോഷൂട്ട് ആരംഭമാണ്. ഡിസംബർ 15 നെൽച്ചെടികളാണത്. എല്ലാ നെൽച്ചെടിയിലും കതിര് വന്നിട്ടുണ്ട്. പക്ഷെ അരിമണി ആയിട്ടില്ല. നെല്ലിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു പാലായിരിക്കും, പാല് പോലൊരു സംഭവമായിരിക്കും ഉണ്ടായിരിക്കുക. അരിമണി ആവുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയണം അരിമണി ആവാൻ. ഇത് 15 ദിവസം കഴിഞ്ഞിട്ടുള്ള നെല്ലുകളാണ്. എല്ലാ നെൽവിത്തുകളും മൂത്ത് വരുന്നുണ്ട്. പക്ഷെ കൊയ്യാറൊന്നും ആയിട്ടില്ല. കൊയ്യണമെങ്കിൽ ഇനി 1 മാസവും കൂടി കഴിയണം. നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗിയിൽ ഇപ്പൊ നെൽച്ചെടികളൊക്കെ നെൽവിത്തുകളൊക്കെ നിൽക്കുന്നുണ്ട്. നെൽച്ചെടി മൊത്തത്തിൽ കാണുന്നതിന് ഇപ്പൊ നല്ലൊരു ഭംഗിയാണ്. പച്ച കളറിൽ മഞ്ഞയും കൂടിയും കലർന്ന് നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിങ്ങത്ത് തുടങ്ങി മകരത്തിൽ അവസാനിക്കുന്ന ഒരു വിളവെടുപ്പ് കാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഉള്ള കൊയ്ത്ത് തുടങ്ങി. ഇത് കൊയ്ത്ത് യന്ത്രമാണ് കൊയ്തെടുക്കുന്നത്. പഴയ പോലെ തൊഴിലാളികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ പാടശേഖരം മുഴുവൻ 2 ദിവസം കൊണ്ട് തന്നെ കൊയ്തു കഴിയും. ഏറിയാൽ 3 ദിവസം പെട്ടെന്ന് തന്നെ കൊയ്ത്ത് കഴിഞ്ഞു കിട്ടും. ഇതിലിതാ ഈ താഴെ വീഴുന്നത് വൈക്കോലാണ്. നെല്ല് ഇതിൽ തന്നെ ശേഖരിക്കും. എന്നിട്ട് ഈ വൈക്കോൽ ഇങ്ങനെ താഴേക്ക് വീഴും. എന്നിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള അളവിൽ വേറൊരു മെഷീൻ വന്നിട്ട് അത് റോള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ പോലെ വൈക്കോൽ കുണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് റോളാക്കിയിട്ട് എടുക്കും. അതിന് വേറൊരു മെഷീൻ നാളെ വരികയാണ് അത്ര ചെയ്യുക. ഈ കൊയ്ത്ത് കാണുമ്പോൾ പഴയ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന കൊയ്ത്തുകാലാണ് ഓർമ്മ വരുന്നത്. ഈ പാടം മുഴുവൻ പണിക്കാര്, കുറെ പേര് നെല്ല് കൊയ്തെടുക്കുന്നു, കുറെ പേര് കറ്റ കെട്ടി വീട്ടിൽ മുറ്റത്ത് കൊണ്ടുപോയി ഇടുന്നു. പിന്നെ മുറ്റത്തുള്ള മെതിച്ചിട്ട് കറ്റി വൈക്കോലും നെല്ലും വേർതിരിച്ചെടുക്കല്, എന്നിട്ട് ആ നെല്ലിന്റെ പതിര് കളയലും ഒക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഒരു ഉത്സവകാലം തന്നെയായിരുന്നു ഈ കൊയ്ത്തുകാലം. അത് കഴിഞ്ഞ് കൊയ്തെടുത്ത പാടത്ത് കന്നുകാലികൾ മേയാൻ നടക്കുന്നതും ഒക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ആകെ ശാന്തമാണ്. കേൾക്കുന്നത് ആകെ ഈ കൊയ്തെടുക്കുന്ന ഈ ഒരു യന്ത്രത്തിന്റെ സൗണ്ട് മാത്രമാണ്. അതിന്റെ ഒപ്പം അതിലിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൊബൈലിൽ നിന്ന് ഉയർന്നു വരുന്ന ഗാനവും കൂടിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത് തന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഈ നെല്ലുകൊണ്ട് പണ്ട് ഞാൻ കഴിച്ചിരുന്ന ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കണമെന്ന്. അതൊന്ന് ട്രൈ ചെയ്തിട്ട് വിജയിക്കുകയാണെങ്കിൽ അതിന്റെ റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരാം.